ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ കഴുത്തിന് ചുറ്റിനും ഉണ്ടാകുന്ന ഡാർക്ക്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പായ്ക്കാണ് റെഡിയാക്കുന്നത്. കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. കാരണം മിക്കവരും ഒരു പ്രശ്നമാണ് കഴുത്തിന് ചുറ്റിനും ഉണ്ടാകുന്ന ഡാർക്ക്നെസ്. ആ ഡാർക്ക്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെയുള്ള എന്തെങ്കിലും ഐറ്റംസ് വെച്ചിട്ട് ഒരു പായ്ക്ക് റെഡിയാക്കി കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ ചെയ്യുന്നത്. ലൈവായിട്ട് ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിച്ചു തരാം. ഈ ഒരു പായ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം, വലിയവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. കഴുത്തിന് ചുറ്റിനും, അണ്ടർ ആംസിന് അവിടെ, കൈമുട്ടിൽ, കാൽമുട്ടിൽ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാട്ടെ. എവിടെയാണോ ഡാർക്ക്നെസ് ഉള്ള ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലവണ്ണം റിമൂവ് ആവും. പക്ഷേ പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ അങ്ങ് പോകത്തില്ല. ചെറിയൊരു ഡാർക്ക്നെസ് ഒക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അങ്ങ് റിമൂവ് ആവും. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് ചിലരുടെ ഇരിപ്പ് കാണും. അപ്പോൾ അതൊരു 3-4 പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ആഴ്ച 2-3 പ്രാവശ്യം ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭാഗം ബ്രൈറ്റ് ആയിട്ടിരിക്കും. നമ്മുടെ നോർമൽ സ്കിൻ കളർ ഏതാണ് ആ ഒരു കളറിലോട്ട് വരാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് ഈ ഒരു പായ്ക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റായി കണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആമസോണിൽ ഇപ്പം ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 13-ാം തീയതിയാണ് ഈ ഒരു സെയിൽ നടക്കുക. ജനുവരി 13 12 PM തൊട്ട് 12 AM വരെയാണ് സെയിൽ നടക്കുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ 50% തൊട്ട് 80% വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. 1500 പരം ടോപ്പ് ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ മേടിച്ച ബെല്ല വിറ്റയുടെ ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് അടിപൊളി പെർഫ്യൂമാണിത്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇത്. അടുത്തായിട്ട് ഞാൻ ഈ ഒരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ മേടിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഇത് ചെയ്യുകയാണെങ്കിൽ സ്കിൻ നല്ലവണ്ണം മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കും. അടുത്തായിട്ട് മേടിച്ച ഈ ഒരു ബെല്ല വിറ്റയുടെ ലിപ് ചീക്ക് ടിൻ്റ് ആണ് കേട്ടോ ഇത്. ലിപ്സിലിടാം, ചീക്കിലിടാം, പിന്നെ ഐഷാഡോയ്ക്ക് പകരമാണെങ്കിലും നമുക്ക് ഇടാം കേട്ടോ. നല്ലൊരു കളറാണ് ഇതിൻ്റെ. അടുത്തായിട്ട് മേടിച്ച മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു ക്ലെൻസർ ആണ് കേട്ടോ. ഇത് നല്ല ക്ലെൻസർ ആണ്. പിമ്പിൾസ് ഒക്കെയുള്ള, ആഗ്നിയൊക്കെയുള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും ഈ ഒരു ക്ലെൻസർ. അടുത്തായിട്ട് മേടിച്ച പോൺസിന്റെ ഈ ഒരു സൺസ്ക്രീം ആണ്. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. അവിടെ കേട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 13-ാം തീയതി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% തൊട്ട് 80% ഡിസ്കൗണ്ടിൽ ഈ പ്രോഡക്ട്സ് എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ കേട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നോക്കിയിട്ട് ലേറ്റ് ആക്കണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ചൂടുവെള്ളമാണ് വേണ്ടത്. ഇളം ചൂടുവെള്ളം എടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കൊരു തോർത്തോ അല്ലെങ്കിൽ ഒരു ടർക്കിയോ വെച്ചിട്ട് അത് ഒന്ന് നനച്ചെടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് നമ്മുടെ എവിടെയാണോ നമ്മുടെ ഡാർക്ക്നെസ് മാറാനുള്ളത് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് അമക്കി വെക്കണം. അപ്പോൾ വർഷങ്ങൾ പഴകിയ ഡേർട്ടും അതുപോലെ തന്നെ ടാനൊക്കെ ആയിരിക്കും ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് സ്റ്റീം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു 4-5 മിനിറ്റ് നേരം നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് ചൂടാകാൻ വേണ്ടിയിട്ട് പാടില്ല വെള്ളം. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സ്ക്രബ് ചെയ്യുവാണ്. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുക്കാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് പഞ്ചസാരയാണ്. അപ്പം പഞ്ചസാര ചെറുതായിട്ട് ഞാനൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഒരുപാട് പൊടിയണ്ട, എന്നാൽ ഒരുപാട് കല്ലായിട്ടും ഇടണ്ട. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ അത് പോറലൊക്കെ വരും. അപ്പോൾ അതൊരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഒരു ഹാഫ് തക്കാളിയും കൂടെ നമുക്ക് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇതിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഇതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമണാണ്. അപ്പോൾ മിക്കവർക്കും ലെമൺ യൂസ് ചെയ്യാൻ വേണ്ടി നല്ല മടിയുണ്ട്. പക്ഷേ നമ്മുടെ ബോഡിയിൽ എവിടെ ഡാർക്ക്നെസ് ഉണ്ടോ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമണാണ്. കാരണം ലെമണിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിട്രിക് ആസിഡ് ഉണ്ട്. അത് നമ്മുടെ ഡാർക്കായിട്ടിരിക്കുന്ന ഏരിയ വൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ലെമൺ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് എടുക്കുക. ഇല്ലെങ്കിൽ മാത്രം ഇതുപോലുള്ളൊരു ടൊമാറ്റോ എടുത്താൽ മതി. അപ്പോൾ ഈ ടൊമാറ്റോയുടെ ഈ ഒരു ഭാഗം ഞാൻ കളയുന്നില്ല. ഇത് വെച്ചിട്ട് വേണം നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ലെമണാണ് എടുക്കുന്നതെങ്കിൽ ലെമണിൻ്റെ ആ ഒരു തൊണ്ട് വെച്ചിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ. എന്നാൽ നല്ലവണ്ണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഓയിലാണ്. അപ്പം 1 ടീസ്പൂൺ ഓയിലും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ടൊമാറ്റോ ഈ സ്ക്രബിനകത്ത് മുക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് നല്ല സർക്കുലർ മോഷനിൽ തന്നെ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു 5 മിനിറ്റ് നേരം നമ്മൾ നല്ലവണ്ണം ഈ ഒരു രീതി ചെയ്യണം. ലെമണിൻ്റെ തൊലി വെച്ചാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും. പിന്നെ ലെമൺ അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ ടൊമാറ്റോ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ കൈമുട്ടിലാണെങ്കിൽ ആ ഒരു ഭാഗം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അണ്ടർ ആംസിന് അവിടെ ആണെങ്കിൽ ആ ഒരു ഭാഗം നമുക്കിങ്ങനെ നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോഴത്തേനും പതുക്കെ വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി മർദ്ദത്തിൽ അല്ലെങ്കിൽ ഒത്തിരി ഫോഴ്സായിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി പാടില്ല. സാവധാനത്തിൽ ഒരു 5 മിനിറ്റ് എടുത്ത് ഇങ്ങനെ നല്ലവണ്ണം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ക്രബിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള സ്കിന്നൊക്കെ ഡെഡ് ആയിട്ടിരിക്കുമായിരിക്കും. ആ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നല്ലവണ്ണം സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ ആ സെൽസൊക്കെ മാറിയിട്ട് ന്യൂ സെൽസ് വരാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നല്ലവണ്ണം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഈ
ഒരു കാര്യം 10 വയസ്സ് തൊട്ട് മേലോട്ടുള്ള എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ 10 തൊട്ട് 15 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഷുഗർ എടുക്കണ്ട. ഷുഗറിന് പകരം റവ, റൈസ് ഫ്ലോർ ഇല്ലേ, അതൊക്കെ ആണെങ്കിലും എടുത്താൽ മതി. കാരണം അവരുടെ സ്കിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ പഞ്ചസാര വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പോറലൊക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കൊരു പായ്ക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ നല്ലവണ്ണം കഴുകിയിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. തൊലിക്ക് അധികം കട്ടിയൊന്നും ഇല്ലാത്തതാണ് തൊലി കളയാഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ്. ഇനി അടുത്തായിട്ട് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് റൈസ് ഫ്ലോർ ആണ്. റൈസ് ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ നല്ലവണ്ണം ബ്രൈറ്റൻ ആക്കും. എത്ര ഡാർക്കായിട്ടിരിക്കുന്ന ഏരിയ ആണെങ്കിലും റൈസ് ഫ്ലോർ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഭാഗം ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പൊട്ടറ്റോയും. നെക്സ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് ഹണിയാണ്. അപ്പോൾ ഹണി ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ അതിന് പകരം അലോവേര ജെൽ ആണെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂൺ ഹണിയും കൂടെ നമുക്ക് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പായ്ക്ക് നമുക്ക് ബോഡിയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ബോഡിയെ മാത്രമല്ല ഫേസിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സ്കിൻ ടോൺ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ ഒരു പായ്ക്ക്. അപ്പം ഫേസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആഴ്ച 1 പ്രാവശ്യം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ബോഡിയിലാണെങ്കിൽ ആഴ്ച 2 പ്രാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മൾ സ്ക്രബ് ചെയ്തില്ലേ, അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പായ്ക്ക് നമ്മുടെ കഴുത്തിന് ആ ഒരു ഭാഗത്തോട്ട് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ സ്ക്രബ് നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ ചെയ്യുമ്പോഴത്തേനും അവിടെയുള്ള ഡാർക്ക്നെസ് ഒരു പരിധി വരെ മാറും. അതിനുശേഷം നമ്മൾ ഈ ഒരു മാസ്കും കൂടി ഇടുവാണെങ്കിൽ ആ ഒരു ഭാഗം നല്ലവണ്ണം വൈറ്റൻ ആവും. അപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പഴകിയ കറുപ്പാണെങ്കിൽ 1 മാസമൊക്കെ അടുപ്പിച്ച് ചെയ്യണം, എന്നാലേ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ആഴ്ച 2 പ്രാവശ്യം വെച്ചിട്ട് റെഗുലറായിട്ട് ചെയ്യണം. 1 മാസം കൊണ്ട് അവിടെയുള്ള കറുപ്പൊക്കെ നല്ലവണ്ണം മാറും. അതിനുശേഷം നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലവണ്ണം ഡ്രൈ ആവണം. അതുകൊണ്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഒന്നും കൂടെ സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലവണ്ണം കട്ടിക്ക് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ആ ഒരു ഭാഗമൊക്കെ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെള്ളം തൊട്ട് നനച്ച് കൊടുത്തിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കാം. ഡാർക്കായിട്ടിരിക്കുന്ന ഏരിയയിലൊക്കെ നല്ലവണ്ണം മസാജ് ചെയ്യണം. ഇതും ഒരു 5 മിനിറ്റോളം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ഒരു 5 മിനിറ്റ് നല്ലവണ്ണം മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഈ ഒരു ടൈമിൽ നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന ടൊമാറ്റോയുടെ ആ ഒരു തൊലിയില്ലേ, അത് വെച്ചിട്ടാണെങ്കിലും നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിലും മസാജ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഞാൻ നല്ലവണ്ണം മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെയുള്ള ഡാർക്ക്നെസ് ഒക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ യൂസിൽ തന്നെ അങ്ങ് മുഴുവനായിട്ട് അങ്ങ് കുറയത്തില്ല, എന്തായാലും നല്ലവണ്ണം ഫെയ്ഡ് ആവും. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഫുള്ളായിട്ട് അവിടെയുള്ള ഡാർക്ക്നെസ് ഒക്കെ മാറും. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നല്ലവണ്ണം അവിടെയുള്ള ഡാർക്ക്നെസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമ്മുടെ ബാക്കിയുള്ള ബോഡിയിലത്തെ കളർ കൂട്ട് തന്നെ ആയിക്കോളും. അതിനുശേഷം നമ്മളൊരു ബോഡി ലോഷനോ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം അല്ലെങ്കിൽ അലോവേര ജെല്ല് എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം ആ ഒരു ഭാഗം നമ്മൾ സ്ക്രബൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് ഇതായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം ബോഡി. അപ്പോൾ കണ്ടില്ലേ, ഇത് അടിപൊളി ഒരു പായ്ക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടി മറക്കരുത്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ എന്താണ് നിങ്ങൾ കമന്റ് വന്ന് റിസൾട്ട് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി കൊടുക്കണം.